ഇനി iOS 16 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ ഏതാനും ആഴ്ചകൾ മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ. കാരണം ഇപ്പോൾ ഓഗസ്റ്റായി, അടുത്ത മാസം സെപ്റ്റംബർ ഈ ഒരു ടൈമോടെ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ തന്നെ ആപ്പിളിൻ്റെ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഇവൻറ്റ്, സെപ്റ്റംബർ ഇവൻറ്റ്, ആ ഒരു ഇവൻറ്റിൽ വെച്ചായിരിക്കും പുതിയ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളായിട്ടുള്ള iPhone 14, പുതിയ മാക്ക്, ഐപാഡ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് iOS 16 എല്ലാ വർഷവും iOS അല്ലെങ്കിൽ ആപ്പിളിൻ്റെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ കഷ്ടിച്ച് 4 അല്ലെങ്കിൽ 5 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ബീറ്റ 5ലും 6ലും വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ് ആൻഡ് ബഗ് ഫിക്സസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ഓവറോൾ സെറ്റപ്പിൽ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്ന സൈസ് എത്രയാണെന്ന് നോക്കാം. നമ്മളുടെ ഈ ഒരു അപ്ഡേറ്റ് ബീറ്റ 6 വന്നേക്കുന്നത് നമുക്കിവിടെ കാണാം 412 MB മാത്രമേ ഉള്ളൂ. വളരെ മൈനറായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ബീറ്റ 6. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസ്, എനിക്ക് തോന്നുന്നു ഏകദേശം 500 MB അകത്ത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളിലും ഈ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബിൽ നമ്പറാണ്. സെറ്റിങ്സ് അതിൽ നമുക്ക് ചാനൽസിൽ പോകുമ്പം എബൌട്ട് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും 20A5349B എന്നാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മളെ ഫൈനൽ റിലീസുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ റിലീസ് കാൻഡിഡേറ്റുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അവസാനത്തെ ആൽഫബറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മോഡം ഫേംവെയർ കഴിഞ്ഞ അപ്ഡേറ്റ്, അതായത് iOS 16 ബീറ്റ 5ൽ വന്ന സെയിം മോഡം ഫേംവെയർ ആണ്. അതുകൊണ്ട് തന്നെ മോഡം ഫേംവെയർ അപ്ഡേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മളെ പ്രീവിയസ് അപ്ഡേറ്റിൽ ബീറ്റ 5ൽ നമുക്ക് ബീറ്റ 4 കമ്പയർ ചെയ്യുമ്പം ചെറിയൊരു ഡിഫറൻസ് മോഡം ഫേംവെയറിലുണ്ടായിരുന്നു. ഇനി ബീറ്റ 5ൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസിലേക്ക് പോകുമ്പം നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ വിജിറ്റ്സ് ആണ്. അതായത് നമ്മൾക്കറിയാം നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് നമുക്ക് വിജിറ്റുകൾ, ഇപ്പം ലോക്ക് സ്ക്രീനിൽ വിജിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പം ആഡ് വിജിറ്റ്സ് എന്ന ഓപ്ഷനിലേക്ക് വരുമ്പം പ്രീവിയസ്ലി ഉണ്ടായിരുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ലാർജർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വിജിറ്റുകൾ ഇപ്പം ആപ്പിൾ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആപ്പിൾ ഇത് റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു വിജിറ്റ്സും. അതോടൊപ്പം തന്നെ iOS 16ൻ്റെ പല ഭാഗങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത് കൊണ്ടുവന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, വളരെ നാളുകളായിട്ട് നമുക്ക് വേണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. നമ്മളെല്ലാവരും അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടാണെന്നുണ്ടെങ്കിൽ നമ്മളത് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം അത് സെൻഡ് ചെയ്യാൻ. ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ ഡണ്ണിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം പുതിയ അഡീഷണൽ ആയിട്ട് ഒരു ഓപ്ഷൻ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് കോപ്പി ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇത് ആരാണോ ഇത് കൊണ്ടുവന്നത് അവർക്ക് ബിഗ് ഷാഡ് ഔട്ട്. കാരണം ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിപ്പ് ബോർഡിലേക്ക് ഇത് കോപ്പി ആവും. നമ്മുടെ സ്ക്രീൻഷോട്ട് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്യാം. അതോടൊപ്പം തന്നെ അപ്പോൾ തന്നെ ഇത് ഡിലീറ്റ് ആവും. പിന്നീട് നമ്മുടെ ഫോട്ടോ ഓപ്ഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവിടെ കാണാം, ഞാനിപ്പോൾ ഏറ്റവും അവസാനം എടുത്ത സ്ക്രീൻഷോട്ട് അവിടെ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്പ് ബോർഡിൽ സേവ് ചെയ്ത് വെക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജിലെ ബാധിക്കാത്ത രീതിയിലും നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വാൾപേപ്പറിൻ്റെ ഓപ്ഷനാണ്. സെറ്റിംഗ്സിൽ നമ്മൾ വാൾപേപ്പറിൻ്റെ ഓപ്ഷനിൽ പോകുമ്പോൾ പ്രീവിയസ്ലി നമ്മൾ ഈ ഒരു കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പം അത് ഏത് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരുന്ന ആ ഒരു പോപ്പപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് നമ്മൾ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വാൾപേപ്പറിൻ്റെ ഓപ്ഷനിൽ പോയി കസ്റ്റമൈസ്, ഇപ്പം വാൾപേപ്പർ ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ആ ഒരു കസ്റ്റമൈസിൽ ടാപ്പ് ചെയ്യുമ്പം നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു സ്ക്രീനിലേക്കാണ് വരുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നില്ല. ഇവിടെ നമ്മൾ കസ്റ്റമൈസിൽ ടാപ്പ് ചെയ്യുമ്പം കസ്റ്റമൈസ് കറണ്ട് വാൾപേപ്പർ, അതോടൊപ്പം തന്നെ ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ആയിരുന്നു അതിൽ നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ചോദിക്കത്തില്ല. കാരണം ഓൾറെഡി നമുക്ക് കാണാം ഇവിടെ താഴെ ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വർത്ത്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇപ്പം അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഹോം സ്ക്രീൻ ആയാലും ലോക്ക് സ്ക്രീൻ ആണെങ്കിലും അത് ടാപ്പ് ചെയ്യുമ്പം നമുക്ക് കൃത്യം ഡയറക്റ്റ്ലി ആ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. മൂന്നാമത് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി SOS സ്ക്രീനിലാണ്. നമുക്കവിടെ കാണാം iOS 15 ആണ് നമ്മൾ iPhone 13 Proയിൽ റൺ ചെയ്യുന്നത്. അതിൻ്റെ SOS എന്നുള്ള ആ ഓപ്ഷനിൽ കാണാം എമർജൻസി SOS എന്നാണ് നമുക്ക് അവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ വേർബലി വന്നേക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് iOS 16 ബീറ്റ 5ൽ നമുക്ക് കാണാം എമർജൻസി കോൾ എന്നുള്ള ഒരു വെർബൽ ചേഞ്ച് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിലെ മ്യൂസിക് വിജിറ്റിലാണ്. മ്യൂസിക് വിജിറ്റിൽ നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കാണാം. മ്യൂസിക് നമ്മൾ ലൈവായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ ആ ഒരു വോയിസ് വേവ്, അതായത് ഓഡിയോ വേവ് അവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പം നമുക്ക് എൻറ്റയർ സ്ക്രീനിൽ നമ്മളുടെ ആ മ്യൂസിക് വിജിറ്റിൻ്റെ ആൽബം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന കാണാം. അതോടൊപ്പം തന്നെ സൈഡിൽ
പെട്ടെന്ന് തന്നെ ലോക്ക് സ്ക്രീൻ ഓഫായി പോകുന്നതുകൊണ്ടാണ്. സൈഡിൽ നമുക്ക് കാണാം ലൈവായിട്ടുള്ള സൗണ്ട് വേവും അവിടെ ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു അടിപൊളി ചേഞ്ച് തന്നെയാണ് നമ്മളെ iOS 16 ബീറ്റ 5 കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് വന്ന മറ്റൊരു മൈനർ ചേഞ്ച് മ്യൂസിക് ആപ്പിനകത്തുള്ളത്, അതിപ്പോൾ നമ്മളുടെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഈ ഒരു ഫോർവേഡ് ബട്ടണും ബാക്ക്വേഡ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഒരു സ്കിപ്പിങ്ങിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ആനിമേഷൻ വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ആ ഒരു സ്കിപ്പിംഗ് ആനിമേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. iOS 16 ബീറ്റ 4 വരെ നമുക്ക് ഈ ഒരു സ്കിപ്പിംഗ് ആനിമേഷൻ ഇല്ലായിരുന്നു. ഇപ്പം വളരെ നല്ല രീതിയിലുള്ള ഒരു സ്കിപ്പിംഗ് ബാക്ക്വേഡ് ആയാലും ഫോർവേഡ് ആയാലും നമുക്ക് സ്കിപ്പിംഗ് ആനിമേഷൻ ആപ്പിൾ ഇപ്പം കൊടുക്കുന്നുണ്ട്. പിന്നീട് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന മറ്റൊരു മൈനർ ചേഞ്ച് തുടങ്ങുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എയർപോർട്ട്സ് ആപ്പിൾ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ അന്ന് മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. iOS 16 ആപ്പിൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് നമുക്ക് എയർപോർട്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ, ഒരു പേജ് തന്നെ ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എയർപോർട്ട്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസിൻ്റെയും പെയർ ആയിട്ടുള്ള ബഡ്സിൻ്റെയും നമുക്ക് ചാർജിങ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ ഉള്ള സബ്സിഡറി ആയിട്ടുള്ള പേഴ്സണൽ സ്പേഷ്യൽ ഓഡിയോ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ ഈ ഒരു ബീറ്റ 5 കൊണ്ടുവന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ താഴെ കാണാം എബൌട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. എബൌട്ടിൽ മോഡൽ നെയിം, മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, അതോടൊപ്പം തന്നെ വേർഷനും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേർഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഇത്രയും നാളുകളായിട്ട് നമ്മളുടെ ഏറ്റവും വലിയൊരു പരാതിയായിരുന്നു നമുക്ക് ഈ ഒരു എയർപോർട്ട്സ് സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, എയർപോർട്ട്സ് പ്രോ ഒക്കെ തന്നെ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ എപ്പോഴും വരും. ഈ ഒരു ഫേംവെയർ നമുക്ക് iOS അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ, iPadOS അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇത്ര നാളും ഫേസ് ചെയ്തിരുന്നു. പക്ഷേ ബീറ്റ 5 ആപ്പിൾ അത് ഓൾമോസ്റ്റ് പരിഹരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വേർഷൻ, നമ്മുടെ ഫേംവെയർ, എയർപോർട്ട്സിൻ്റെ ഫേംവെയറും അതോടൊപ്പം തന്നെ കേസിൻ്റെ ഫേംവെയറും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്തായാലും തരുന്നത് നമുക്കൊരു സൂചന തന്നെയാണ്. കാരണം താമസിക്കാതെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് കേസിൻ്റെയും അതോടൊപ്പം തന്നെ എയർപോർട്ട്സിൻ്റെയും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഈ ഒരു ഫേംവെയർ അപ്ഡേഷൻ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ, അത് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് പ്രീവിയസ് ബീറ്റ 5 അപ്ഡേറ്റിൽ നമുക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നു ബാറ്ററി പെർസെൻറ്റേജ്. നമുക്ക് നോച്ച് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ ബാറ്ററി പെർസെൻറ്റേജ് വന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിലും ബീറ്റ 6 നമുക്കിപ്പം 12 മിനിക്കും 13 മിനിക്കും iPhone XR-നും 11-നും ഇതുവരെ ഈ ഒരു അപ്ഡേറ്റിലും ബാറ്ററി പെർസെൻറ്റേജ് ഓപ്ഷൻ വന്നിട്ടില്ല. പിന്നീട് ഇതിൽ വന്ന മറ്റൊരു മൈനർ ചേഞ്ച് ആണ് നമ്മുടെ സെറ്റിംഗ്സിൽ സിറിയുടെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറിയുടെ ഫസ്റ്റ് ഓപ്ഷന് താഴെയായിട്ട് ബിഫോർ സെർച്ചിങ് എന്ന് പറയുന്നൊരു പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കാണാം ഷോ സജഷൻ, അതോടൊപ്പം തന്നെ ഷോ റീസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് രണ്ടും നമ്മൾ ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിറി സജഷനിൽ നമ്മളിപ്പം നമ്മളുടെ ഈ ഒരു സെർച്ച് ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഓപ്ഷനും നമുക്ക് വരത്തില്ല ഈ ഒരു ബിഫോർ സെർച്ചിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ. കാരണം നമുക്കറിയാം ബിഫോർ സെർച്ചിങ് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നതിന് മുന്നേ സിറി സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ടോപ്പിലുള്ളത്. അത് നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നതോടെ. പിന്നീട് കൊണ്ടുവന്ന ഏറ്റവും അവസാനത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ 5 നമ്മളുടെ ഫയൽസ് ആപ്പിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് iOS 16 വെച്ച് iOS 15 വെച്ച് കമ്പയർ ചെയ്യുമ്പം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സൈഡ് ബൈ സൈഡ് ആ ഇമേജസ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് 15 നമ്മുടെ iPhone 13 പ്രോയിലുള്ളത് 15 ആണ്, iOS 15, ഇത് iOS 16 ആണ്. നിങ്ങൾക്ക് ആ ഒരു ഇമേജിൻ്റെ ഐക്കൺ കാണാം. ഇമേജിൻ്റെ ഐക്കൺ ആപ്പിൾ കാര്യമായിട്ട് ചേഞ്ച് iOS 16 കൊണ്ടുവന്നപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സാണ് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ഐക്കണിൽ കൊടുത്തിരിക്കുന്നത്. iOS 15 ഷാർപ്പർ ആയിട്ടുള്ള ഒരു കോർണേഴ്സാണ്. അതോടൊപ്പം തന്നെ ചില ഫയൽ ടൈപ്സ് നമുക്കിവിടെ കാണാം. PST എന്ന് പറഞ്ഞ ഫയൽ ടൈപ്പ് നമുക്ക് iOS 15 ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തേക്കുന്നത്, 16 യാതൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നീട് നമുക്ക് കൊണ്ടുവന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം iOS 16 എന്തെങ്കിലും കാര്യങ്ങൾ iCloud ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രസ് ബാറിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ, പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ വരും. അതിൽ നമുക്ക് കാണാം എത്ര GB ആണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അത് നൈസായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് iOS 16 ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ആ പ്രോഗ്രസ് ബാർ. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ എടുത്ത് വെച്ചാണ്. പിന്നീട് കൊണ്ടുവന്ന മറ്റൊരു മേജർ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഫയൽസിലാണ്. നമുക്ക് iOS 15 കാണാം ക്ലാപ്പ് ബോർഡിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാപ്പ് ബോർഡിൻ്റെ ആ ഒരു ഇമേജിൽ നിന്ന് മാറി നമുക്ക് ഇവിടെ കാണാം ഒരു വീഡിയോ കോളിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ആ ഒരു ഇമേജാണ് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ വോയിസ് നോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. വോയിസ് നോട്ടിൻ്റെ കാര്യത്തിലും നമുക്കിവിടെ കാണാം ഈ ഒരു വോയിസ് നോട്ട് അല്ലെങ്കിൽ മ്യൂസിക് MP3 ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ആ ഒരു വോയിസ് വേവിൻ്റെ ഒരു ഇമേജാണ് അവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ iOS 16 വന്നപ്പോൾ നമുക്കിവിടെ കാണാം വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ആ ഒരു ബോക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വേവാണ് നമുക്ക് അവിടെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് പറയേണ്ടത് ഇതിൻ്റെ ബഗ് ഫിക്സസ് ആണ്. ബീറ്റ 5 6 ആയിട്ട് ആപ്പിൾ ധാരാളം ബഗ് ഫിക്സുകൾ ആപ്പിൾ കൊണ്ടുവന്നു.
കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആക്സസിബിലിറ്റി, നോൺ ഇഷ്യൂ, കോർ ഗ്രാഫിക്സിൻ്റെ ഇഷ്യൂ, ഡിവൈസ് ഡിസ്കവറി UI, നമ്മുടെ ഹോമിലെ ഇഷ്യൂ, ഐക്ലൗഡിന്, ഇമോജി, മെയിൽ, മാപ്സ്, ഇങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസ് ആപ്പിൾ ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം താഴെ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് തീരുന്നില്ല, അത്രയധികം ബഗ് ഫിക്സസ് ആപ്പിൾ iOS 16 ബീറ്റ 5 നിന്ന് 6 വന്നപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബഗ് ഫിക്സസ് എന്ന് പറയുന്നത്. ഇനി പെർഫോമൻസ് ആൻഡ് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ബീറ്റ 5 6 അത്ര മോശമായിട്ടുള്ള പെർഫോമൻസ് അല്ല, വളരെ നല്ലതായിട്ടുള്ള പെർഫോമൻസാണ്. മുന്നോട്ട് പോകുന്തോറും ബീറ്റകളുടെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് മെച്ചപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ആപ്പിൾ കൂടുതലും ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒരേപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് ബീറ്റ 5 ലഭിച്ചുകൊണ്ടിരുന്ന അതേ സിമിലർ ആയിട്ടുള്ളൊരു ബാറ്ററി ലൈഫാണ് ഇതിലും നമ്മുടെ ബീറ്റ 6 ലഭിക്കുന്നത്. അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ബാറ്ററി ഡ്രെയിനിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മൾ iOS 16 ബീറ്റ 5 6 വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. Catch you guys next video. Till then, peace.